ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, AI യുഗത്തിലാണ് എന്നുള്ളത്. കുറച്ചു കാലം മുമ്പ് തന്നെ വന്നിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അതനുസരിച്ച് ഈ സ്റ്റേജിൽ ഇല്ലാത്തൊരു വസ്തുവിനെ ഉള്ള പോലെ കാണിക്കാൻ സാധിക്കുമായിരുന്നു. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും, ഓഗ്മെൻറ്റ് റിയാലിറ്റി എന്നൊക്കെ പറയും. ഇവിടെ ഇല്ലാത്തൊരു വസ്തുവിനെ, ഒരു വ്യക്തിയെ, ഒരു ആനയൊക്കെ വേണമെങ്കിൽ ഇവിടെ സ്റ്റേജ് എങ്ങനെ നിർത്താൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് കൂടെ കടന്ന് ഇപ്പോൾ AI കാലത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും AI എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ആദ്യം വരുന്ന പേര് മിക്കവാറും ChatGPT ആയിരിക്കും. എന്നാൽ ChatGPTക്ക് മുമ്പ് തന്നെ AI ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ AI ക്യാമറ ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ChatGPT കൂടുതൽ സുപരിചിതമായി ആളുകളിലേക്ക് വന്നു. എന്നാൽ ഈ ഒരു കേവലം ChatGPT മാത്രമാണോ നമ്മുടെ AI ലോകത്തുള്ളത്? ആദ്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ആ നോട്ട് പാഡിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ AI സെഷനിലാണല്ലോ, പിന്നെ നമ്മൾ നോട്ട്ബുക്കും പേനൊന്നും എടുക്കാൻ പാടില്ല. നമ്മൾ മൊബൈൽ ഫോൺ എടുത്തോളൂ. മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ എഴുതി പോകാൻ, നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോകണമെന്നില്ല നമുക്ക്. ഇൻഷാ അല്ലാഹ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പോലെ നമ്മൾ കൂടെ ചെയ്തു പോവാണ്. കാരണം ഇത്തരം സെഷനുകളൊന്നും നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ച് നോട്ട് വെച്ച് പഠിച്ചു പോകുന്ന സംഗതിയല്ല, കൂടെ ചെയ്തു പോവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ നെറ്റ് ഓണാക്കിയിട്ട് ഓൺ ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരുപക്ഷെ നമുക്ക് കേട്ട് സുപരിചിതമായിട്ടുള്ള കുറേ പേരുകളായിരിക്കും. ChatGPT, ജെമിനി, ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന പേരുകളൊക്കെ, പെർപ്ലെക്സിറ്റി ആയാലും, NoteGPT, നോട്ട്ബുക്ക് എല്ലാം, കലം GPT, പക്ഷേ അതെല്ലാം വിശദമായിട്ട് വരാം. ഇതെല്ലാം വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. ഇതിലെ ഒരു ടൂള് മാത്രം പറയാൻ തന്നെ നമുക്ക് ഒരു ദിവസം സമയം വേണം. എന്തായാലും ഇതിന് പുറമെ ഇതൊക്കെ നമുക്ക് ഏറെക്കുറെ ഒരേ പർപ്പസിൽ ഉപയോഗിക്കാമെന്ന് പറയാമെങ്കിലും ഒരേ ആവശ്യത്തിനുള്ളതല്ല. എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് വെക്കാവുന്നതാണ് ക്ലൗഡ് AI, ചൈന കണ്ടെത്തിയിട്ടുള്ള DeepSeek പോലെയുള്ള ഇത്തരം ഒരുപാട് AI ടൂളുകളുണ്ട്. അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. ഇവിടെ ഇൻഷാ അല്ലാഹ് സാമ്പിൾ ആയിക്കൊണ്ട് ഒന്ന് മാത്രം കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഈ AI ടൂള്, ChatGPT എന്ന് കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് പ്രോംപ്റ്റ് എൻജിനീയറിങ്. അതിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ വലിയ ഒരു രീതിശാസ്ത്രമുണ്ട്, അതിന് ചില ടേമുകളുണ്ട്, ചില പ്രത്യേക പദങ്ങളുണ്ട് എന്നൊക്കെ ശരിയാണ്. അങ്ങനെയൊക്കെ പദങ്ങളുണ്ടെങ്കിൽ പോലും അത്രയൊന്നും ഒരു വലിയ സാങ്കേതിക തികവിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ ഏതൊരാൾക്കും, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പരിചയമുള്ള ഏതൊരാൾക്കും വളരെ ലളിതമായിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് AI. അത് ഇൻഷാ അല്ലാഹ് ChatGPTയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ജുനൈദ് സാർ സംസാരിക്കും. അപ്പോൾ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ഈ അതിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അതിനെയാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ പ്രോംപ്റ്റ് എൻജിനീയറിങ്ങിനെ കുറിച്ച് വലിയ ഒരു ഭീതിതമായിട്ടുള്ള ഒരു ചിന്തയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ കൂട്ടുകാരനോട് ചോദിക്കുന്ന പോലെ, നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. നമ്മൾ വാട്സപ്പിൽ മലയാളത്തിൽ മെസ്സേജ് അയക്കാറുണ്ട്. മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് പറ്റും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മളെക്കാൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് AI. അതുകൊണ്ട് നമ്മുടെ സ്വതന്ത്രമായ ഭാഷയിൽ ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന പോലെ സ്വതന്ത്രമായ ഭാഷയിൽ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കണേ ഗ്രാമർ പ്രശ്നമല്ല. ഒരാൾക്ക് അറബി ചോദിക്കണം, അതിൻ്റെ ഫിയാലും ഫായിലും അറിയാൻ കുഴപ്പമില്ല, മൂപ്പർക്ക് ഫിയാലും ഫായിലും അറിയും. അപ്പോൾ ഇങ്ങനെ ഗ്രാമറിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് തർക്കീബുകളോ അല്ലെങ്കിൽ സ്ട്രക്ചർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാക്കുകൾ, ടേമുകൾ, ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഉണ്ടായാൽ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തും. എന്നാൽ ഞാൻ പറഞ്ഞു, ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ സംഗതി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ChatGPT ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു പണ്ഡിത സഭയാണല്ലോ,
ഒരു ഖുതുബ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജുനൈസ് ഫാറൂഖ് സാർ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളൊക്കെ കിതാബിൻ്റെ ലോകത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് AI എല്ലാ ടൂളുകളും തന്നെ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതോടുകൂടെ തന്നെ ഒരുപക്ഷെ മടിയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം 2024 വന്നിട്ടുള്ള പുതിയൊരു പദമാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സകലമാന കഴിവുകളും ഇതിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഇതിൽ നിന്നുള്ള മെറിറ്റുകൾ, പോസിറ്റീവുകൾ നമ്മൾ സ്വായത്തമാക്കിയില്ല എങ്കിൽ നമ്മെ നശിപ്പിക്കാൻ ഈ ഒറ്റ സംഗതി മതിയാവും. അതുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തണം, ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ഉപയോഗപ്പെടുത്തണം. കൂടെ തന്നെ നമ്മുടെ മറ്റ് വൈജ്ഞാനിക മേഖലകൾ നമ്മൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോവുകയും വേണം. എന്തായാലും ChatGPT-യുമായി ബന്ധപ്പെട്ടുള്ള സെഷൻ ജുനൈസ് ഫാറൂഖി സർ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരായ പണ്ഡിതരെ, പ്രഭാഷകരെ, ഇസ്ലാഹി സഹോദരങ്ങളെ, ആമുഖമായി ഡോക്ടർ ഉസാമ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഈ പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ അല്ലാത്ത നമ്മൾ പഴയ തലമുറ എന്ന് പറയുന്ന ആളുകളൊക്കെ കരുതുന്നത് വാട്സപ്പിൽ ഒരു ചാറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കോ യൂട്യൂബോ ഉപയോഗിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മൊബൈൽ ടെക്നോളജി അതല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നോളജികൾ യൂസ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെങ്ങനെയാണ് ഈ ഒരു AI ടൂൾ ഉപയോഗിക്കുക എന്നുള്ളൊരു പ്രശ്നം ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായി നേരത്തെ ഉസാമ സാർ നിർത്തിയിടത്തുനിന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇൽമ് നമ്മുടെ കയ്യിലുണ്ട്, പ്രമാണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കുള്ള ഒരുപാട് സോഴ്സുകൾ കയ്യിലുണ്ട്, നമുക്ക് ബുദ്ധിയും വിവേകവും അതിനെ ഒരു വേർതിരിച്ചറിയാനുള്ള കഴിവുകളും എല്ലാമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് പിന്നെ AI ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. പുതിയ കാലത്ത് എല്ലാ മേഖലകളിലേക്കും AI ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമ്മളും ഒരു AI ഇൻ്റഗ്രേറ്റഡ് സ്കോളർ ആവുക എന്നുള്ളതൊരു ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൽമുണ്ട്, കിതാബിയായിട്ടുള്ള അറിവുകളുണ്ട്, ഇതെല്ലാം വേർതിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്, ഇത് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. എന്നാൽ ഇതെല്ലാം ഉള്ള ഒരാൾ ഒപ്പം അയാൾക്ക് AI ഉപയോഗിക്കാനും കൂടി അറിയുമ്പം അയാളുടെ ഈ കഴിവുകളെ ഒന്നുകൂടി മൂർച്ച കൂട്ടാനും ഒന്നുകൂടി ക്രിയാത്മകമാക്കാനും ഒന്നുകൂടി വേഗതയിൽ ഇതെല്ലാം ശേഖരിക്കാനും ഒക്കെയുള്ള ഒരു അസിസ്റ്റൻ്റായിട്ട് നമുക്ക് AI ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റ് കിതാബിനും അതുപോലെ തന്നെ നമ്മുടെ അറിവുകൾക്കും നമ്മുടെ ബുദ്ധിക്കും ഒക്കെ പകരമായിട്ട് AI ഉപയോഗിക്കുക എന്നതിന് പകരമായിട്ട് നമ്മുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ AIയോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാമിംഗ് അറിയേണ്ട ആവശ്യമില്ല, കമൻറ്റുകൾ അറിയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ ഗ്രാമറോ, അത് മലയാളമാവട്ടെ, അറബി ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, അതിൻ്റെ ഗ്രാമറുകൾ അതല്ലെങ്കിൽ അതിൻ്റെ വാചകത്തിൻ്റെ ഭംഗികൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു സുഹൃത്തിനോട് അതിൽ നമ്മുടെ സംശയം നമ്മളൊരു പണ്ഡിതനോട് ചോദിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന ലളിതമായ രൂപത്തിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ, ഇനി ചാറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വോയിസ് ഓണാക്കിയിട്ട് സംസാരിച്ച് തന്നെ അത് തിരിച്ച് വോയിസിലൂടെ മറുപടി തരും. ഇനി അതല്ല, നേരത്തെ ഉസാമ പറഞ്ഞു മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്നില്ല, മംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് ചാറ്റ് നമ്മുടെ വാട്സപ്പിലൊക്കെ, അതേപോലെ ചാറ്റ് ചെയ്യാം. അപ്പം അത്രയും ലളിതമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നതാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് AIയോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു ഖുതുബ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഡെമോ നമുക്കിവിടെ കാണിക്കാം. നമ്മുടെ സമയം ഈ പരിമിതമായ സമയത്തുനിന്നുകൊണ്ട് എല്ലാം ഡീപ്പായിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡെമോ ആയിട്ട് നമ്മളൊരു ഖുതുബ, നമുക്ക് ഒരു വിഷയം നമ്മുടെ കയ്യിലുണ്ട്, ആ വിഷയത്തിനെക്കുറിച്ച് ഒരു ധാരണയും ഒരു കയ്യിലൊരു ഡാറ്റയും ഇല്ല, പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ച് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മുടെ പഠനത്തിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ ഒരു ഖുതുബയാക്കി മാറ്റാം എന്നുള്ളത്. അപ്പോൾ അതിന് ഓരോ സ്റ്റെപ്പ്, ആദ്യം ആ വിഷയം നൽകുന്നു, പിന്നീട് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആയത്തുകളും ഹദീസുകളും ആഡ് ചെയ്യുന്നു. ആയത്തുകളും ഹദീസുകളും ആഡ് ചെയ്തതിന് ശേഷം അത് നമ്മളെ സംബന്ധിച്ചോളം ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാർ എന്ന നിലയിൽ ഈ പറയുന്ന ChatGPT തരുന്ന അതല്ലെങ്കിൽ AI ടൂളുകൾ തരുന്ന അതേതാണെങ്കിലും, ChatGPT ആവട്ടെ, ജെമിനി ആവട്ടെ, ഡീപ്സീക്ക് ആവട്ടെ, പെർപ്ലെക്സിറ്റി ആവട്ടെ, കോപ്പൈലറ്റ്, ഇങ്ങനെ കുറേ ടൂളുകളുണ്ട് ഒരേ ആവശ്യത്തിന് ജനറേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന AIകൾ. അപ്പോൾ അതിലൊക്കെ അവർ ആയത്തുകളും ഹദീസുകളൊക്കെ തരുമ്പം അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സിഹത്തുള്ളതാണോ എന്ന് നിർബന്ധമൊന്നുമില്ല, അതില്ലാത്തതും തന്നേക്കാം. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ AI ടൂളുകൾക്കൊരു ആയത്തും ഇതേപോലെ തന്നെ അതേ മാതൃകയിൽ ഉണ്ടാക്കിക്കൂടാൻ കഴിയാത്ത പ്രശ്നമില്ല.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അത് ഉപയോഗിക്കുമ്പം പെട്ടെന്ന് നമ്മൾ ചോദിച്ച് അതേപോലെ അങ്ങ് എടുത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പുവരുത്തേണ്ടത്. അപ്പം അത് ചോദിക്കാം. അങ്ങനെ അതിനെ നമുക്കൊരു ഫോർമാറ്റിലേക്ക് ഒരു 2 മണിക്കൂറുള്ള പ്രഭാഷണത്തിന് വേണ്ടിയിട്ടുള്ളത് നോട്ടാക്കി മാറ്റാം. അതിൽ ഖുത്ബകൾ നോട്ടാക്കി മാറ്റാം. ഒരു 5 മിനിറ്റിൻ്റെ സുബഹി ക്ലാസ്സിലുള്ള നോട്ടാക്കി മാറ്റാം. ഇനി അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഫോർമാറ്റിലേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബേസിക്കായിട്ട് ഇത് എങ്ങനെ ഈ ഒരു ഫോർമാറ്റിലൂടെ നമുക്ക് പോകുമെന്നുള്ള ഇതാണ് ചോദിക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞ ഈ 5-6 കാര്യങ്ങൾ എല്ലാം കൂടിയും ഒറ്റ ചോദ്യം ചോദിച്ച് ഒരു വിഷയവും അതിൻ്റെ ആയത്തുകളും ഹദീസുകളും അതിൻ്റെ അറബിക് ടെക്സ്റ്റും ഒപ്പം അതിൻ്റെ ഒരു ഖുത്ബയാക്കിയിട്ട് അതിൻ്റെ PDF ആയിട്ട് ഇതൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ എല്ലാത്തിനും കൂടി ഉത്തരം ഒറ്റൊന്ന് കിട്ടും. പക്ഷേ ഇത് ഓരോന്നോരോന്നായി ചോദിച്ച് അതിനെക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പം അതിൻ്റെ ക്വാളിറ്റി കൂടും. അപ്പം അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനാണ് നമ്മളിവിടെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം നമ്മുടെ പ്രോംപ്റ്റ്, നമ്മൾ നൽകുന്ന ഈ കമാൻഡ്, നമ്മൾ നൽകുന്ന മെസ്സേജ്, നമ്മുടെ ചിന്ത നൽകുന്നത് അത് എത്രത്തോളം നന്നാകുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളതിനെങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കതിനെ മികച്ചതാക്കി മാറ്റാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായിട്ടും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ കഴിവിനെയും നമ്മുടെ ഇൽമിനെയും പണയം വെക്കുകയല്ല ചെയ്യുന്നത് അതിൻ്റെ മുമ്പിൽ. നമ്മുടെ ഈ പറഞ്ഞ എല്ലാത്തിനെയും നമ്മൾ അതിന് അസിസ്റ്റൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, AI സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു കുറച്ച് സമയം കൊണ്ട് ഒരു ChatGPT യൂസ് ചെയ്ത് നമ്മളൊരു വിഷയത്തിൽ ഒരു ചെറിയ പ്രഭാഷണം തയ്യാറാക്കുന്നതിൻ്റെ ഡെമോ കാണിക്കാം. ഫുള്ള് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കാണുമെന്ന് അറിയില്ല. നേരിട്ട് നമ്മൾ ലൈവായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ ഇതിലേക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മുടെ ഗൂഗിളിൽ മൊബൈൽ നമുക്ക് ഗൂഗിൾ ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. ഞാനിവിടെ അല്ലെങ്കിൽ കാണിക്കുകയും ചെയ്യാം. ചിലപ്പം നിങ്ങൾ എടുത്തു പോകുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സമയം ചിലപ്പോൾ കൂടുതൽ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഗൂഗിളിൽ ChatGPT സെർച്ച് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ജസ്റ്റ് ChatGPT എന്ന് നമ്മൾ സെർച്ച് ചെയ്തു. അതിലാദ്യത്തെ തന്നെ ഗൂഗിൾ സെർച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് ചെയ്തു നമുക്ക് വരുന്ന ChatGPTയുടെ വിൻഡോ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എത്ര GPT അറിയാം? നമുക്ക് മിക്കവാറും പലർക്കും അറിയുന്നത് ഒരൊറ്റ GPT ആയിരിക്കും അല്ലേ, ChatGPT. അപ്പം ഒരു GPT മാത്രമല്ല ഉള്ളത്. നിങ്ങളുടെ ChatGPTയുടെ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കുറേ ഐക്കൺ കാണാം. അവിടെ GPTs എന്ന് കാണുന്നുണ്ട്. അതിൽ എക്സ്പ്ലോർ GPT എടുത്താൽ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഒരു 100 കണക്കിന് GPTകൾ അതിലുണ്ട്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് എല്ലാ കാര്യത്തിനും, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും, ഇനി ഒരു വോയിസ് ഉണ്ടാക്കാനാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കാൻ, ഒരു സംശയം ചോദിക്കാൻ, നമുക്ക് സംസാരിക്കാൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT ആണ്. അതിന് പകരമായിട്ട് നമ്മുടെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് 100 കണക്കിന് GPTകൾ ഈ എക്സ്പ്ലോർ GPTs കൊടുത്താൽ അതിലിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. അത് ഇതിൻ്റെ കുറച്ചൊരു അഡ്വാൻസ് ലെവലാണ്. ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മിച്ചെന്ന് മാത്രം. നമ്മൾ അതിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ChatGPTയിൽ ഇവിടെ കീബോർഡിൽ മലയാളം ടൈപ്പിംഗ് എനിക്ക് പ്രയാസമായതുകൊണ്ട് നേരത്തെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിതിൽ കൊടുക്കേണ്ട പ്രോംപ്റ്റുകൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇഖ്ലാസ് എന്ന വിഷയത്തിൽ നമുക്കൊരു പ്രഭാഷണം ഉണ്ടാക്കണം. അത് നമ്മൾ ചെയ്യുകയാണ് ഇഖ്ലാസ് എന്നുള്ളത്. അപ്പോൾ ഞാനതിനെ നമുക്ക് വേണമെങ്കിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ നേരെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അത് നമ്മളിവിടെ ആസ്ക് എനിത്തിങ് എന്നുള്ളിടത്ത് ചോദിക്കുന്നു. ഇഖ്ലാസ് എന്ന വിഷയത്തിൽ 10-12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പൊതുപ്രഭാഷണത്തിൻ്റെ കരട് തയ്യാറാക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന വാചകത്തിൻ്റെ ഘടന, ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ ഭംഗി, അതിൻ്റെ ഗ്രാമർ ഒന്നും പ്രശ്നമില്ല. നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അതിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മംഗ്ലീഷ് ആണെങ്കിൽ പോലും അതിന് ഉത്തരം തരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കതിന് റിപ്ലൈ തന്നിട്ടുണ്ട്. ഇങ്ങനെ റിപ്ലൈ തന്നു. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടാവും കരുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നതാണ്.
ഓക്കെ, നമുക്കൊരു റിപ്ലൈ തന്നതിന് ശേഷം അവസാനം ചോദിക്കും കൂടുതൽ ഇതിൻ്റെ ലളിതമായ പതിപ്പ് വേണോ. നമുക്ക് ഓരോന്നിങ്ങനെ അതിനനുസരിച്ച് അവർ ചോദിക്കുക ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷണലായിട്ട് നൽകുകയാണ്. ഇനി നെക്സ്റ്റ് ചാറ്റ് നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത്. കൂടുതൽ ലളിതമായ പതിപ്പ് വേണോ, യുവജനങ്ങൾക്ക് അനുയോജ്യമായ ശൈലി വേണോ, അല്ലെങ്കിൽ ഖുതുബ ജുമുഅ പ്രസംഗ ശൈലി. നേരത്തെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് എൻ്റെ ഇതിന് പരിചയമുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എന്നോടാണ് റിപ്ലൈ ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ചോദിക്കുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നിങ്ങളോടും അത് റിപ്ലൈ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചോദിക്കാറുള്ളത് അതനുസരിച്ച് അത് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഇതിനൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ വിചാരിച്ചിട്ടുള്ള ആയത്തുകളോ ഹദീസുകളോ ഒന്നും വന്നിട്ടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട കുറേ നോട്ട് വന്നു. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ആയത്തുകളും ഹദീസുകളും 2 സ്വഹാബികളുടെ ചരിത്രത്തിൽ കൊടുക്കണമെങ്കിൽ ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വരാത്തൊരു ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അത് ചോദിക്കുന്നു. മുകളിൽ നൽകിയിട്ടുള്ള പ്രഭാഷണത്തിലേക്ക് ആയത്തുകൾ, ഹദീസുകൾ, സ്വഹാബി ചരിത്രങ്ങൾ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അതൊന്നും കൂടി എഡിറ്റ് ചെയ്തു നമുക്ക്. അതേ സെയിം കണ്ടന്റിലേക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ ആയത്തുകളും ഹദീസുകളൊക്കെ കൊടുത്തിട്ട് ആണ് ഇവിടെ കണ്ടോ, ആയത്തുകൾ വമ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അതും അതിൻ്റെ അർത്ഥവും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ബുഖാരി, മുസ്ലിം എന്നൊക്കെ അവിടെ അവർ റെഫറൻസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇമാം അഹമ്മദിൻ്റെ കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ 15-16 ആയത്തുകളാണ്. ഓക്കെ, ഇതൊക്കെ സ്വഹാബി ചരിത്രങ്ങൾ, 2 സ്വഹാബി ചരിത്രങ്ങൾ. ഇപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ അല്ലാഹും ആട്ടിടയനും ആ ഒരു ചരിത്രം. അപ്പോൾ ഇങ്ങനെ തരുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ വായനയിലും നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ പരിചയമുള്ള കാര്യങ്ങളുണ്ടാവും. അത് വേണമെങ്കിൽ ഇതിലേക്ക് കൊടുത്തിട്ട് ഇന്ന സ്വഹാബിയുടെ ഇന്ന ചരിത്രം അതിൽ ഇന്നതിന് ഉദാഹരണമായിട്ട് അതിലേക്ക് ചേർക്കണം എന്നതിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി കൊടുത്തിട്ട് വീണ്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്രയും വേണമെങ്കിലും ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള രൂപത്തിലേക്ക്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ AI-ക്ക് അടിമപ്പെടുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കഴിവുകളെ, നമ്മുടെ അറിവുകളെ, നമ്മുടെ ഇൽമിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ചിട്ടൊന്ന് നല്ല ഭംഗിയാക്കി വെക്കുകയാണ്, അതല്ലെങ്കിൽ ഒന്നും കൂടി സ്ട്രക്ചേർഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നും ചോദിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് പല ആയത്തുകളും ഹദീസുകളും മലയാളത്തിൽ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ഇതിൽ നൽകിയിട്ടുള്ള ആയത്തുകളും ഹദീസുകളും കൃത്യമായ അറബിക് ടെക്സ്റ്റോട് കൂടിയിട്ട്, അതിൻ്റെ നെസ്സോട് കൂടിയിട്ട്, അതിൻ്റെ റെഫറൻസ് നൽകണമെന്ന് നമുക്ക് മൂന്നാമതൊരു പ്രോംപ്റ്റ് കൊടുത്ത് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഉൾപ്പെടുത്തിയ ഖുർആൻ ആയത്തുകളും ഹദീസ് വചനങ്ങളും അറബിക് ടെക്സ്റ്റോടെയും അതിൻ്റെ സൂറത്ത് ഹദീസ് റെഫറൻസോടെയും നൽകുക. അപ്പോൾ അവിടെ റെഫറൻസ് നൽകൽ തുടങ്ങി. അസുമർ 39:3 നൽകി. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമ ലികുല്ലി ഇംറിഇൻ മാ നവ, അത് സ്വഹീഹുൽ ബുഖാരി 1, സ്വഹീഹ് മുസ്ലിം 1907 ഹദീസ്. ഇനി അതിൽ വേണം നമുക്ക് അതിൻ്റെ റാവികാരും കൂടി ചേർത്തിട്ട് വേണമെന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ കൂടെ തരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പം ലാസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ലൈഡ് പ്രസൻറ്റേഷൻ PPT ഉള്ളടക്കമായി നൽകാം. ജുമുഅ ഖുതുബ രൂപത്തിൽ നമുക്ക് നൽകും. അറബി മലയാളം ബൈലിംഗൽ ഹാൻഡ് ഔട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അറബി മലയാളം ഉൾപ്പെടുത്തി നൽകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഇതാണ് ഈ ഉള്ളടക്കം. നമുക്ക് ആദ്യവും 1ഉം 2ഉം ഖുതുബ, ആദ്യവും 2ാം ഖുതുബയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ജുമുഅ ഖുതുബ ഫോർമാറ്റിലാക്കി ക്രോഡീകരിക്കും. നമ്മളവിടെ കൊടുത്തു. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് ഇങ്ങനെ ഇത് വരും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഹംദും സ്വലാത്തും അടക്കം വരെ അവിടെ നിന്നുണ്ട്, ഹറക്കത്തോട് കൂടിയിട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ഹദീസുകളുടെ അറബി ടെക്സ്റ്റ് ഹർക്കത്തോട് കൂടിയിട്ട് അതിൻ്റെ റെഫറൻസ് അടക്കം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, 2ാം ഖുതുബയും. ഓക്കെ, അവസാന സമാപന ദുആ വരെ അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് ഇതൊരു A4 സൈസിൽ എന്ത് ചെയ്യണം, PDF ആക്കി പ്രിൻ്റ് ഔട്ട് എടുക്കാനും നമുക്ക് അതും ചോദിക്കാം. അപ്പോൾ ഞാൻ ഇപ്പം 5 പ്രോംപ്റ്റുകൾ നൽകിയത് ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വേണമെങ്കിൽ ഈ 5 കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ ചാറ്റിൽ നമുക്കത് PDF കിട്ടുന്ന രൂപത്തിൽ ഇഖ്ലാസ് എന്നതിലുള്ള ഒരു ഖുതുബ, ജുമുഅ ഖുതുബ ഒരു 10-20 മിനിറ്റ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു PDF രൂപത്തിലേക്ക് ഒറ്റ പ്രോംപ്റ്റിൽ കിട്ടും. പക്ഷേ ഈ കിട്ടുന്ന റിസൾട്ടും ആ റിസൾട്ടും നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന റിസൾട്ടിൻ്റെക്കാൾ ഒന്നുകൂടിയും കൃത്യവും ഒന്നുകൂടിയും എന്താണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത രൂപത്തിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ അനലൈസ് ചെയ്യുന്നുണ്ട്, നമുക്ക് PDF ആയി കിട്ടും. നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, PDF തയ്യാറായി കഴിഞ്ഞു. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ അത് മലയാളം ആയതുകൊണ്ടാണ്. അത് നമുക്ക് എന്താണ് അത് കിട്ടും കേട്ടോ, ചില സമയത്ത് ഉള്ള പ്രശ്നമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന, ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഈ PDF വ്യൂവറിൻ്റെ പ്രശ്നം കൂടെയാണ്. അപ്പോൾ അതല്ലെങ്കിൽ അത് കിട്ടും, മലയാളത്തിൽ കിട്ടും, മലയാളമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് ഒരു ജുമുഅ ഖുതുബ ഈ നമുക്ക് ഓക്കെ ഇതിൻ്റെ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവർ തന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഇപ്പോൾ ബുഖാരിയിലെ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് തന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയും സംഭവിച്ചു പോയേക്കാം. പക്ഷെ അത് ഒരു സദസ്സിന് മുമ്പിൽ ഒരു മിമ്പറിൻ്റെ മുകളിൽ അത് പറയുമ്പം അതിൻ്റെ ആ വാക്കിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്, പറയുന്ന ആൾക്കാണ്. ChatGPTക്ക് ഉത്തരവാദിത്വം. അപ്പോൾ സ്വാഭാവികമായിട്ടും ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ഏത് AI ടൂളുകളാണെങ്കിലും അതിൻ്റെ ഏറ്റവും താഴെ ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ് എന്ന് നമ്മൾ ഈ നിങ്ങളിവിടെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ കാണുന്നുണ്ട്, അറിയില്ല, ചെറുതായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ChatGPT ക്യാൻ മിസ്റ്റേക്സ് ചെക്ക് ഇമ്പോർട്ടൻ്റ് ഇൻഫോ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നിലും പല ടൈപ്പ് എന്താണ്, നിങ്ങൾ തന്നെ പരിശോധിക്കണം, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് സോഴ്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ്, ഇപ്പോൾ ഈ ബുഖാരിൽ 1-ാമത്തെ ആഴ്ച നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്നമൽ അമാലു ബിന്നിയാത്ത് നമുക്ക് സുപരിചിതമാണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. അതല്ലാതെ വേറൊരു വിഷയത്തിലുള്ള ഹദീസാണ് ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അറിയുന്നില്ല, നമ്മളത് പരിശോധിക്കാം. അപ്പോൾ ആ പരിശോധിക്കാനും നമുക്ക് ചില ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനായിട്ടത് ഡോക്ടർ ഉസാമ നമുക്കത് പറഞ്ഞു തരും. നമുക്കതിനുള്ള കുറച്ച് സോഴ്സുകൾ അവൈലബിൾ ആണ്, അത് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ ChatGPT യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു, ChatGPT എന്ന് പറയുന്നാൽ GPT എന്ന് പറയുന്നത് ഒറ്റൊന്നല്ല, അത് കുറേ ഉണ്ട്, ധാരാളം നൂറുകണക്കിനുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സാന്ദർഭികമായിട്ട് ഓർങ്ങേണ്ട ഒന്നാണ് കലം GPT. അത് ChatGPT തന്നെ അതിൽ ഈ എക്സ്പ്ലോർ GPT പോയി സെർച്ച് ചെയ്താൽ മതി. അറബിക് പ്രൂഫ് റീഡൊക്കെ ഉണ്ട്. അറബിക് പ്രൂഫ് റീഡ് മലയാളവുമായി ബന്ധപ്പെട്ട ഒന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അറബിക് റിസർച്ച്, അറബിക് പ്രൂഫ് റീഡിങ്, ട്രാൻസ്ലേഷന്, ഈജിപ്ഷ്യൻ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല GPTകളും അതിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലുള്ളൊരു GPT ആണ് ഈ കലം GPT. കലം GPTൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ഖുർആൻ, ഹദീസ് ആൻഡ് ഫത്വ എക്സ്പേർട്ട്, അതാണ് ആ GPTൻ്റെ പേര്. അപ്പോൾ അത് ആ രൂപത്തിൽ തന്നെ ഒരു എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ രൂപത്തിലാണത്. ഇത് ഉപയോഗിക്കുമ്പം ഇങ്ങനെ പലതരം GPTകൾ ഉപയോഗിക്കുമ്പോഴുള്ള സൗകര്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഓരോന്നും ചാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോംപ്റ്റ് ചെയ്ത് ഓരോന്നും കൊടുക്കുന്നതിന് പകരം ഇവിടെ ചോദിക്കേണ്ട. അപ്പോൾ ഇവിടെ ഫത്വ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫത്വ മലയാളത്തിൽ തന്നെ ഒരു സ്ത്രീ പള്ളി പ്രവേശം അല്ലേ, നമുക്ക് ജസ്റ്റ് ഒരു അതിൻ്റെ, അപ്പോൾ നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ മലയാളം ടൈപ്പിംഗ് എനിക്ക് അറിയില്ല, അപ്പോൾ ഞാനിത് ഇവിടെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് ഇംഗ്ലീഷിലാണ് മറുപടി എന്നുള്ളത്. ഇൻ മലയാളം എന്ന് ഞാനവിടെ വീണ്ടും അടിച്ചെടുത്തു.
അപ്പോൾ ഇതിൽ ഏത് പള്ളി പ്രവേശനം, സ്ത്രീ പള്ളി പ്രവേശനം എന്നുകൊണ്ട് നമ്മൾ ഏതാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കി തരണം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണ് പറഞ്ഞു. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മസ്ജിദിൽ പ്രവേശിക്കാമോ, ഹൈദുള്ള സമയത്ത് സ്ത്രീകൾക്ക് മുമ്പ് മസ്ജിദിൽ പ്രവേശനമുണ്ടോ, ഇങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു. നമുക്ക് 1 കൊടുക്കാം. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മസ്ജിദിൽ പ്രവേശനമുണ്ടോ, 1 കൊടുത്തു. ജസ്റ്റ് അപ്പോൾ അവർ നമ്പർ ഇട്ട് കൊടുത്തോണ്ട് നമുക്ക് എന്ത് ചെയ്ത് പിന്നെയും അത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കവിടെ റെഫറൻസ് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫത്വതാണ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് പൂർണ്ണമായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഏത് ചോദ്യങ്ങളും ഏത് ഹുക്കുമുകൾ തീരുമാനിക്കുമ്പോഴും ഇങ്ങനെ തന്നെ കൊടുക്കാനല്ല. ഇതിൽ മറ്റൊരു ആളോർക്ക് ഇതിൻ്റെ ഫത്വ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ചാറ്റ്ജിപിടി നമുക്ക് തന്നു, അത് നമ്മളും ചാറ്റ്ജിപിടിയും തമ്മിലാണ്. അത് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉത്തരവാദിത്വവും നമുക്കുള്ളതാണ്. നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ റെഫറൻസുകളൊക്കെ നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്താണ് വേണ്ടത്. അപ്പോൾ അതിൽ ഹദീസിൻ്റെ നമ്പർ അടക്കം തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. ഖുർആൻ അടിസ്ഥാന തത്വം ഇതിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, 4 മദ്ഹബുകളും. പിന്നെ അതാണ് പ്രധാനമായിട്ടൊരു കോഷനായിട്ട് പറയുന്നുണ്ട്, ഹൈലുള്ള സ്ത്രീകൾക്ക് മസ്ജിദിനകത്തിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയും അതിലേക്ക് സമാപനം, സ്ത്രീ പള്ളി പ്രവേശനം ഇസ്ലാമിൽ നിരോധിതമല്ല, അങ്ങനെ ഒരു കൺക്ലൂഷനും അത് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചാറ്റ് ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഇതിനോട് അതിൻ്റെ അറബിക് ടെക്സ്റ്റൊക്കെ എന്ത് ചെയ്യുക, അതിന് നെസ് അടക്കം നൽകാൻ വേണ്ടിയിട്ട് അതിനോട് ആവശ്യപ്പെടാം, അതിന് റെഫറൻസ് നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. ഇത് PDF ആയിട്ടോ ഇനി പവർ പോയിൻ്റ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, നൽകാൻ വേണ്ടി പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ChatGPT എന്ന് പറയുന്നത് GPT മാത്രമല്ല, GPT-ൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന GPTകളുണ്ട്. ഓക്കെ, അപ്പം ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ആർക്കും എന്താണ് ഈ പറഞ്ഞ പോലെ വലിയ AI അല്ലെങ്കിൽ ഒരു എന്താണ് IT പരിജ്ഞാനം ഉണ്ടാവണമെന്നില്ല, തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ജെമിനയിലും അതുപോലെ തന്നെ പെർപ്ലെക്സിറ്റിയിലും ഒക്കെ, ഇനി കോപ്പൈലറ്റ്, നേരത്തെ പറഞ്ഞ ഡീപ്സിക്ക്, ഇതിലൊക്കെ എന്ത് ചെയ്യുക, ക്ലോഡ്, ഇതിലൊക്കെ ഇതേ മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിരുന്നാൽ നമ്മൾ കൂടുതലായിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്നത് ജെമിനയും അതുപോലെ തന്നെ ഈ ChatGPT ആണ്. പെർപ്ലെക്സിറ്റി ഇപ്പോൾ ഫ്രീ ആയിട്ട് എയർടെൽ വരിക്കാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. അത് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചത് ChatGPT ഫ്രീ വെർഷനിലാണ് കേട്ടോ. ഫ്രീ വെർഷനിൽ എത്ര കിട്ടുന്നത്, അത് അതിൻ്റെ എന്താണ് പ്രീമിയം വെർഷനിലേക്ക് പോരുമ്പോൾ ഒന്നുകൂടിയും ക്ലാരിറ്റിയും ഒന്നുകൂടിയും കൃത്യതയൊക്കെ അതിനുണ്ടാകും. ഓക്കെ, ഇനി ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. മറ്റൊന്നുള്ള നോട്ട് GPT, അതുപോലെ തന്നെ നോട്ട്ബുക്ക് എല്ലാം. അപ്പോൾ നോട്ട്ബുക്ക് എല്ലാം കൂടി നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നേരത്തെ സെർച്ച് ചെയ്ത പോലെ തന്നെ ഗൂഗിളിൽ നമ്മൾ നോട്ട്ബുക്ക് എല്ലാം ഗൂഗിളിൻ്റെ തന്നെയാണ് കേട്ടോ. ഗൂഗിൾ ഡ്രൈവ് നമുക്കറിയാം, ഗൂഗിളിൻ്റെ മെയിൽ നമുക്കറിയാം, ഗൂഗിളിൽ കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്, ഒരു ആപ്പുകളുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു AI ആപ്പായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നോട്ട്ബുക്ക് എല്ലാം. ഗൂഗിളിൻ്റെ ആപ്പിൽ പോയാൽ എന്ത് ചെയ്യും, അത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മൊബൈലിലെ ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുമ്പം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. നമ്മൾ ട്രൈ നോട്ട്ബുക്ക് എല്ലാം ക്ലിക്ക് ചെയ്ത്, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ നോട്ട്ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇഖ്ലാസ് എന്നുള്ള വിഷയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ സോഴ്സ് അവൈലബിൾ ആണ്. അതൊരു പക്ഷേ ഒരു പുസ്തകമാണ്, അതല്ലെങ്കിൽ ഒരു ലേഖനം, ഷബാബിലൊരു ലേഖനം, അതല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊരു ക്ലാസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ യൂട്യൂബിലെ ഒരു ക്ലാസ് നമ്മുടെ ഒരു മണിക്കൂറുള്ളൊരു അല്ലെങ്കിൽ 2 മണിക്കൂറുള്ള ഇഖ്ലാസിൻ്റെ പ്രഭാഷണം നമ്മുടെ മൊബൈലിലുണ്ട്. നമുക്ക് അതിലെ പോയിന്റുകൾ, അതിലെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്നു, അത് റെഫർ ചെയ്യാൻ തോന്നി. ഇനി നമുക്ക് അത് വെച്ചിട്ടൊരു ഖുതുബ ആയിട്ടൊരു 20 മിനിറ്റുള്ള ഖുതുബയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്, അത് ഓരോന്നും ഫുള്ള് കേട്ട് അതിൽ പറയുന്ന ആയത്തുകളും ഹദീസുകളും നോട്ട് ചെയ്ത് അതിലെ ചരിത്രങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഈ പറയുന്ന നോട്ട്ബുക്ക് LMലേക്ക് കൊണ്ടുവന്ന് ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ആ റെഫറൻസിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പോകില്ല. അപ്പോൾ നേരത്തെ ChatGPTയിൽ പോയിട്ട് ഇഖ്ലാസ് സെർച്ച് എന്ത് ചെയ്യും, ChatGPT എവിടെയെങ്കിലും കിട്ടുന്ന സോഴ്സ് മുഴുവൻ കൊണ്ടുവന്ന് തരും. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ പറയാണ്, പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നതിൽ ചാറ്റ് ചെയ്യുമ്പം നമുക്കതിൽ സോഴ്സ് കൂടി കാണിച്ചു തരും. എവിടെ നിന്നാണ് ഈ ഒരു ഹദീസ് അവരെടുത്തത്, എവിടെ നിന്നാണ് ആയത്ത് ഇവർക്ക് മിക്കവാറും ഏതെങ്കിലും ലേഖനങ്ങളായിരിക്കും, ഓൺലൈനിലുള്ള ലേഖനങ്ങളോ ഏതെങ്കിലും ലിങ്കെന്നോ കിട്ടിയതായിരിക്കും. ആ ലിങ്ക് അവർ കാണിച്ചു തരും. ആ ലിങ്കിൽ നിന്നാണ് അതിൻ്റെ റെഫറൻസ് എന്ന് കാണിച്ചിട്ടാണ് അത് തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ നോട്ട്ബുക്ക് LMലേക്ക് വരുമ്പം ഇതിലേക്ക് നമ്മളൊരു റെഫറൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് പലതും ഉണ്ടാക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, ടീച്ചേഴ്സാണെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അതിൽ നമുക്ക് ഒരു പ്രഭാഷണം ഉണ്ടാക്കാം, അതിൻ്റെ ഹുക്കുമ നമുക്ക് പരിശോധിക്കാം,
അതിലെ ആയത്തുകളും ഹദീസുകളും മാത്രം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഏത് ആവശ്യമാണെങ്കിലും ഒരു റെഫറൻസ് കൊടുത്താൽ അതിനപ്പുറത്തേക്ക് അത് പോകില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം സോഴ്സ് ചെയ്തിട്ട് ഔട്ട്സോഴ്സ് ചെയ്യാതെ എന്ത് ചെയ്യും, നമുക്ക് കണ്ടന്റുകൾ തരും. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ്, ഞാൻ നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടാവുക ഇല്ലെന്നുള്ള സംശയം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഒരു ലേഖനം നമ്മുടെ ഷബാബിൽ വന്ന ലേഖനം, ഇപ്പോൾ ഷബാബിൽ പുതിയ റീസെൻ്റ്ലി ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളിൽ ലേഖനങ്ങളായിട്ട് വരുമ്പം നമ്മളത് വായിച്ചിട്ട് നമുക്ക് തോന്നി ഈ വിഷയത്തിൽ എനിക്ക് ഖുതുബ പറയണം, അതല്ലെങ്കിൽ ഒരു ക്ലാസ് സ്ഥിരമായിട്ട് ഒരു മതപഠന ക്ലാസ് എടുക്കുന്ന എനിക്ക് ഈ വിഷയത്തിലൊരു ക്ലാസ് അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് റൂമിൽ ഇത് കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ലേഖനം ഇതിലെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഈ പറഞ്ഞതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി പുതിയ ഷബാബിൽ വന്ന ഒരു ലേഖനമാണ് ഇത് ഇസ്ലാമോ ഫ്യൂച്ചറിസം കഴിഞ്ഞ ഷബാബിൽ വന്നൊരു ലേഖനമാണ്. അപ്പോൾ ഞാൻ ആ ലേഖനം മാത്രം ഇങ്ങനെ PDF ആയിട്ട് ഈ നോട്ട്ബുക്ക് LMൽ ഒരു സോഴ്സായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു സോഴ്സായിട്ട് ആഡ് ചെയ്തു. ഇതുപോലെ അറ്റ് എ ടൈമിൽ ഒരേ സമയത്ത് നമുക്ക് 50 സോഴ്സുകൾ ആഡ് ചെയ്യാം. അത് PDF ആകാം, ഇമേജ് ആകാം, ലിങ്കുകളാവാം, ടെക്സ്റ്റുകളാവാം, അങ്ങനെ എന്തും ആവാം. അങ്ങനെ 50 സോഴ്സുകൾ വരെ ഒരേ സമയത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത സോഴ്സ് ഏതാണോ ആ സോഴ്സിന് അപ്പുറത്തേക്ക് അത് പോകില്ല. ആ സോഴ്സിൽ നിന്നുള്ള കണ്ടൻറ്റുകൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, അത് ഔട്ട്പുട്ട് നൽകുന്നത്. അപ്പോൾ ഇവിടെ ഞാനത് കൊടുത്തപ്പം എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ബ്രീഫ്, ഒരു ചെറിയൊരു ബ്രീഫ്, എന്താണ് ലഘുലേഖൽ, ഈ ലഘുലേഖയിൽ ഇസ്ലാം ഫ്യൂച്ചറിസം എന്ന നൂതനമായ ആശയത്തെ വെറുമൊരു അലങ്കാരമായല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് നൽകുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വായിക്കാൻ സമയമില്ലാത്ത സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനൊരു ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി അത് ഓഡിയോ ആയിട്ട് അത് മുഴുവൻ വേണ്ട, അതിൻ്റെ ഒരു ബ്രീഫ്, എന്താണ് അതിൽ പറയുന്ന ആശയം എന്നെനിക്ക് കേട്ടാൽ മതി. അങ്ങനെ ഒരു ഓഡിയോ മതിയെങ്കിൽ നമുക്ക് ഇതിനെ ഓഡിയോ ആക്കാം. അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ട് ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. ഇതേ ലേഖനത്തെ വെസ്റ്റേൺ കാഴ്ചപ്പാട് വിവരണമാണിത്. നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ കാണുമ്പോൾ ഭാവിയെക്കുറിച്ച് എപ്പോഴും ഒരേപോലത്തെ ഒരു ചിത്രമല്ല കിട്ടാറ്, ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാടിലുള്ള ഭാവി. പക്ഷേ ഇതിൽ നിന്ന് മാറി മറ്റൊരു ചരിത്രത്തിൽ നിന്നും മറ്റൊരു സംസ്കാരത്തിൽ നിന്നും വരുന്ന ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ആ ഒരു ചിന്തയാണ് ശരിക്കും ഇസ്ലാമോ ഫ്യൂച്ചറിസം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതെങ്ങനെയായിരിക്കും കാണാൻ? പലപ്പോഴും സിനിമകളിലൊക്കെ മുസ്ലിം ലോകത്തെ പിന്നോക്കമായിട്ടല്ലേ കാണിക്കാറ്? അതിനൊരു മറുപടിയാണിത്. ഇത് 1.5 മിനിറ്റ് 4 പേജ് മാത്രമുള്ള ആ ലേഖനത്തെ 1.5 മിനിറ്റുള്ളൊരു ബ്രീഫാക്കിയിട്ട് അവർ നമുക്ക് ഒരു ഇത് തന്നതാണ്, അതിൻ്റെ ഔട്ട്പുട്ട് തന്നതാണ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു വീഡിയോ പ്രസൻറ്റേഷനായിട്ട് നമുക്ക് നൽകും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം പല ക്ലാസ്സുകളിലേക്ക് പോകുമ്പം പല മദ്രസകളൊക്കെ ഇപ്പോൾ നമ്മളെ സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ QLSകളോ അതല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് പലരും പവർ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ വെച്ചുകൊണ്ട് ക്ലാസ് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ഗുണം. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് കുറേ ഔട്ട്പുട്ട് കിട്ടും, അതിൽ ചില ഔട്ട്പുട്ടുകൾ നമുക്ക് ആണ് ഉദാഹരണമായിട്ട് കാണിച്ചിരുന്നത്. ഇനി ഇതേ കാര്യം നമുക്കൊരു വീഡിയോ ആണെങ്കിൽ, അതുപോലെ നിന്ന് ക്വിസ് ഉണ്ടാക്കി തരും. നമുക്കൊരു സ്ലൈഡ് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ അതൊന്നും ലോക്കലല്ല, വളരെ ഭംഗിയിൽ മലയാളത്തിൽ പോലും നല്ല ക്ലാരിറ്റിയുള്ള നമുക്ക് എന്താണ് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ ഇത് തയ്യാറാക്കി തരും. ഇൻഫോഗ്രാഫിക്സ് പറഞ്ഞിട്ട് നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഡാറ്റകൾ ഒന്ന് ഗ്രാഫിക്സിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ഒരു ആളുകൾക്ക് ഒരു ഒറ്റ പേപ്പറിൽ കണ്ടാൽ അതിൻ്റെ ഒരു ആകത്തുക കിട്ടുന്ന രൂപത്തിലേക്ക് നമുക്കത് മാറ്റിത്തരും. ഇങ്ങനെയുള്ള സോഴ്സുകൾ. അപ്പം ഇത് നമുക്ക് പറഞ്ഞ ഈ സോഴ്സ് PDF കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. ഞാൻ നമ്മുടെ ബഹുമാനനായ കാക്കവയൽ സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം, ഒരു മണിക്കൂറുള്ള പ്രഭാഷണത്തിൻ്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോട്ടായിട്ട് അതിലുള്ള ആയത്തുകളെയും ഹദീസുകളെയും വെച്ചിട്ടുള്ളൊരു ഖുതുബ നോട്ടായിട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു വീഡിയോ പ്രസൻറ്റേഷനാക്കി മാറ്റിയിട്ടുണ്ട്, അതിന് സ്ലൈഡ് പ്രസൻറ്റേഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ലൈവായിട്ട് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ
അതിന് പ്രത്യേകിച്ച് ഒരു കമൻ്റ് ഒന്നും കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് നോട്ട്ബുക്ക് LM എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു എന്താണ് ഡെമോ, ഫ്രീ ആയിട്ടുള്ള ഡെമോ നമ്മുടെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, ഗൂഗിളിൻ്റെ തന്നെ. അതുകൊണ്ട് അത് പോപ്പുലർ എല്ലാവരും യൂസ് ചെയ്യുന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീ ഉണ്ടോ? ഇതൊക്കെ ഫ്രീ വേർഷനിലാണ്. ഗൂഗിളിൻ്റെ ഗൂഗിൾ വൺ നമുക്ക് പ്രീമിയം എടുക്കുമ്പം ഇതിലാറ് ഒന്നുകൂടിയും മെച്ചപ്പെട്ട് കിട്ടും. പക്ഷേ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ റെഫറൻസായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞു ആയത്തുകളും ഹദീസുകളൊക്കെ വരുമ്പം നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ദുറർ സനിയ എന്ന് പറയുന്ന ഒന്നുണ്ട്, പലരും ചിലപ്പം ഉപയോഗിക്കുന്നുണ്ടാകും. അതിൽ നമ്മുടെ തഫ്സീറുകൾ, അതല്ലെങ്കിൽ ആയത്തുകൾ, ഹദീസുകൾ ഒക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ റാവിമാർ, അതുപോലെ തന്നെ ഒരു ഹദീസ് കൊടുത്തു കഴിഞ്ഞാൽ റാവിമാരെ നമുക്ക് കിട്ടും. ഹദീസിൻ്റെ ഒരു കഷ്ണം കൊടുത്താൽ മതി, അതിലൊരു വാക്ക് കൊടുത്താൽ മതി, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് വരും ഒതൻറ്റിക്കായിട്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ എന്താണ്, ഒരു ഹദീസ് കിട്ടിയാൽ ഗൂഗിൾ സെർച്ച് ചെയ്യും. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ തരുന്ന, ഔട്ട്പുട്ട് തരുന്ന ഗൂഗിളല്ല തരുന്നത്. ഗൂഗിള് ഇതിൻ്റെ ഉത്തരം ലഭ്യമാകുന്ന സോഴ്സുകൾ നമുക്ക് കാണിച്ചു തരും. പല ലിങ്കുകളായിട്ട് നമുക്ക് ഇങ്ങനെ പല വെബ്സൈറ്റുകളിലുള്ള ഇതേ ആയത്ത്, ഇതേ ഹദീസ് കൊടുത്തുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. അതല്ലാതെ ഗൂഗിളല്ല റിസൾട്ട് തരുന്നത്. ഈ തരുന്ന സോഴ്സുകളിൽ അതിൽ ഷിയ നിർമ്മിതമായിട്ടുള്ള സോഴ്സുകളുണ്ടാകും, ജൂതന്മാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഴ്സുകൾ, ഇസ്ലാമിക്കായിട്ടുള്ള ഓറിയൻ്റലിസ്റ്റുകൾ ഉണ്ടാക്കിയതുണ്ടാകും, നമ്മുടെ തന്നെ ഇസ്ലാമിക്കായിട്ട് വന്നിട്ടുള്ള കണ്ടൻറ്റുകളും അതിലുണ്ടാകും. പക്ഷേ ഇതേതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നേരിട്ട് ഗൂഗിളിൽ നമ്മുടെ ഹദീസുകളോ ആയത്തുകളോ ഒന്നും സെർച്ച് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ദുറർ സനിയ, അതല്ലെങ്കിൽ sunna.com. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഉസാമ സാറ് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയും. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മുടെ സ്ക്രീന് പോയ സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് പിൻവലിക്കുകയാണ്. നിങ്ങൾ നോട്ട്ബുക്കും പെൻ എടുക്കേണ്ടി വരും. നിങ്ങൾ ചെയ്ത് നോട്ട് ചോദിച്ചോളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ചാലും ചാറ്റ് GPT പ്രത്യേകിച്ചും നമ്മൾ AI ടൂളുകൾ ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ട് അത് 100% സത്യസന്ധമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മുടെ ശ്രോതാക്കൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാവൂ. കാരണം ഖത്തീബിനോട് സദസ്സിന് അല്ലെങ്കിൽ ഖുത്ബ കഴിഞ്ഞിട്ട് അല്ല മൗലവി ഇത് എവിടുന്നാ ചോദിച്ചാൽ ഞാൻ ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചു അതിൻ്റെ ഒരു ജാള്യത വലുത് തന്നെയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒതൻറ്റിസിറ്റി, ഖുർആൻ മിക്കവാറും മൊബൈലുകളിലൊക്കെ ആപ്പുകളുണ്ടാവും, നമുക്ക് ആയത്ത് സെർച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. അതിലുള്ള നല്ലൊരു ആപ്പാണ് QMT, ഖുർആൻ മലയാളം തഫ്സീർ. മിക്കവാറും ആളുകൾക്ക് പരിചയമുള്ള തഫ്സീർ തന്നെ ആയിരിക്കും, ആപ്പായിരിക്കും QMT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. QMT, ഖുർആൻ മലയാളം തഫ്സീർ. അതിനകത്ത് നമുക്ക് അമാനി മൗലവിയുടെ തഫ്സീറും ചെറിയ മുണ്ടത്തിൻ്റെ പരിഭാഷയും ഖുർആനിൻ്റെ തജ്വീദും ഖുർആനിൻ്റെ വാക്കർത്ഥങ്ങളും അതിൻ്റെ പിന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതിയും കിട്ടുന്നതാണ്. അപ്പോൾ അമാനി മൗലവിൻ്റെ തഫ്സീറിൻ്റെ മാത്രം ആപ്പുകളുണ്ട്, അമാനി തഫ്സീർ. പക്ഷെ അതിന് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് QMT എന്നുള്ള ആപ്പ്. മിക്കവാറും ആളുകൾക്ക് അറിയുന്ന തന്നെ ആയിരിക്കും, നമ്മൾ റെഫർ ചെയ്യുന്ന തന്നെ ആയിരിക്കും. നമുക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് QMT എന്ന് സെർച്ച് ചെയ്താൽ ഒരു നീല കളറിൽ സ്ക്രീൻ കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് QMT എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ തൽക്കാലം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവില്ല. രണ്ടാമത്തെ ആപ്പ് പറയുന്നത് നമ്മൾ ഇത്തരം കേട്ടോ, അതൊന്നും അതിൻ്റെ ഓൺലൈൻ അല്ല, സോഫ്റ്റ്വെയറുകളാണ്. നമുക്ക് സോഴ്സ് പിന്നെ നമുക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളാണ്. മറ്റൊന്ന് അൽ ബാഹിസ് അൽ ഹദീസി. അതേപോലെ തന്നെ ഒന്നുണ്ട് അൽ ബാഹിസുൽ ഖുർആനിയു. ഞാൻ പറയുന്ന ഈ ആപ്പുകളൊക്കെ അധികം ആൾക്കും പരിചിതമുള്ളതും ഉപയോഗിക്കുന്നതുമാവാം, എന്നാലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ അൽ ബാഹിസുൽ ഹദീസി, അതുപോലെ തന്നെ അൽ ബാഹിസുൽ ഖുർആനി, ഇത് രണ്ടിൻ്റെ പ്രത്യേകത. അൽ ബാഹിസുൽ ഹദീസി, ഇപ്പോൾ നമുക്കൊരു ഹദീസിൻ്റെ ഒരു ശകലം, ഒരു ചെറിയ കഷ്ണം നമുക്കറിയാം. അതിൻ്റെ പൂർണ്ണമായിട്ട് രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പിന്നെ അതിൻ്റെ നമ്പറുകളോ കിതാബോ അതിൻ്റെ
ഇസ്ദാറൊന്നും നമുക്ക് അറിയില്ലെന്ന് വിചാരിക്കാം. ആ ഒരു ഹദീസിന് ഉദാഹരണത്തിന് അൽ അമാലു ബിന്നിയാത്ത്, അതിൻ്റെ മുമ്പ് ഇന്ന എന്നാണോ ഇന്നമെന്ന് നമുക്ക് സംശയം എന്ന് വിചാരിക്കാം, തെറ്റ് പറയാൻ പാടില്ലല്ലോ. ആ അൽ അമാലു ബിന്നിയാത്ത് എന്ന് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട അതേ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളോ എത്ര റിവായത്തുകളുണ്ടോ എല്ലാ റിവായത്തുകളും കാണിക്കും. തീർന്നില്ല, അതിൻ്റെ കൂടെ അതിൻ്റെ കൃത്യമായ നമ്പറുകൾ, റാവി ആരാണ്, കിതാബ് ഏതാണ്, അതിൻ്റെ സനദ് എന്താണ്, അതിൻ്റെ നമ്പർ എത്രയാണ്, അതിന് പുറമെ അതുമായി ബന്ധപ്പെട്ട ഷറഹുകളും അവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഖുർആനിക് വേർഷനാണ് അൽ ബാഹിസുൽ ഖുർആനി എന്ന ആപ്പ്. 3 ആപ്പുകൾ പറഞ്ഞു, QMT, അൽ ബാഹിസുൽ ഹദീസി, മൂന്നാമത്തത് അൽ ബാഹിസുൽ ഖുർആനി. അൽ ബാഹിസുൽ ഖുർആനി എന്നുള്ളതിൽ ഒരു ആയത്തിൻ്റെ ഒരു ശകലം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ നമ്മൾ ചാറ്റ് GPT പോലെയല്ല കേട്ടോ, അവിടെ നമുക്ക് കൃത്യമായി അറബി തന്നെ ടൈപ്പ് ചെയ്യണം, അവിടെ നമുക്ക് മംഗ്ലീഷ് പറ്റില്ല. ചാറ്റ് GPT AI സാധനമല്ല, അതുകൊണ്ട് അവിടെ കൃത്യമായ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ആയത്തിൻ്റെ ഒരു ശകലം അൽ ബാഹിസുൽ ഖുർആനിയിൽ കൊടുത്താൽ ആ ആയത്തിൻ്റെ പൂർണ്ണരൂപം, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആയത്തുകൾ, അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന അതുമായി സമാനമായ ആശയങ്ങളുള്ള മറ്റ് ആയത്തുകൾ, അതിൻ്റെ തഫ്സീറുകൾ എല്ലാം താഴെ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞതിലേക്ക് അധിക വായനക്കോ നേരത്തെ പറഞ്ഞ് കിട്ടിയ റിസൾട്ടിൻ്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാനോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ടേ അദ്ദുറർ സെനിയ, അത് നമുക്ക് ഓൺലൈനിൽ കിട്ടും. നേരത്തെ ചാറ്റ് GPT സെർച്ച് ചെയ്ത പോലെ നിങ്ങളെ ഗൂഗിൾ അദ്ദുറർ സെനിയ എന്ന അറബിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അദ്ദുറർ സെനിയ, ഇതും ഈ പറഞ്ഞ പോലെ ഹദീസ് സെർച്ച് ചെയ്യാവുന്ന ടൂളുകളാണ്. ഇത്രയും ആപ്പുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അദുറസനിയ എങ്ങനെയാണ്, ഇതിൽ 1-2 ആപ്പുകൾ എങ്ങനെയാണ് അത് സെർച്ച് ചെയ്യാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞതിൻ്റെ അവസാനത്തിലുള്ള ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. AI ലോകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വിവരങ്ങൾ വർദ്ധിക്കാൻ, നമ്മുടെ ഇൽമ വർദ്ധിക്കാൻ, ഭാഷയിലുള്ള അതേപോലെ തന്നെ ഭാഷ അവതരണത്തിലുള്ള ഒരു വിഷയത്തെ മൗൾഡ് ചെയ്തെടുക്കുന്നതിനുള്ള നമ്മുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളായിട്ട് നമ്മൾ AI കാണാവൂ. അതിൻ്റെ അവസാന AI ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ വ്യാഴാഴ്ച രാത്രി നോക്കിയാലും മതി എന്ന തരത്തിലേക്ക് മാറുകയല്ല. ഇതിൻ്റെ ഒരു പോസിറ്റീവ്, ഇത് പഠിച്ചുകൊണ്ട് എനിക്ക് നിലവിലുള്ള അവസ്ഥയിൽ നിന്നുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്ന തരത്തിൽ നമ്മളിതിനെ സമീപിക്കണം. അതിൻ്റെ ഒതൻറ്റിസിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് നമ്മുടെ കൂടുതൽ എളിമയായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിൽ അതിനെ സമീപിക്കാമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അവസാനിപ്പിക്കുന്നു. അതിൽ നോട്ട്ബുക്ക് LML ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 3 ഭാഗമായിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ സോഴ്സ്, പിന്നെ ചാറ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ, പിന്നെ അതിൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ ഈ സോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, എത്രയും സോഴ്സ് കൊടുക്കാം. അപ്പോൾ ആ സോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ മറിച്ച് നമുക്ക് പല സമയത്തും ചാറ്റ് GPT കാര്യം ചോദിക്കാൻ പേടിയെന്ന് വെച്ചാൽ ചാറ്റ് GPT ശരിയായതും തെറ്റായതും നമുക്ക് നൽകും. എന്നാൽ നേരെ മറിച്ച് എന്താണ്, നമ്മളെ കയ്യിൽ പറഞ്ഞ പോലെ സോഴ്സ് അവൈലബിൾ ആണെങ്കിൽ അത് എങ്ങനത്തെ സോഴ്സ് ആയിക്കോട്ടെ, ഒരു യൂട്യൂബ് ക്ലാസ്സിൻ്റെ ലിങ്ക്, നേരത്തെ പറഞ്ഞ ഒരു ബുക്ക്, അതിൻ്റെ PDF, അതല്ലെങ്കിൽ ഒരു ഇമേജ്, എന്തും ആയിക്കോട്ടെ. ഇത് അല്ലെങ്കിൽ ഒരു ഹദീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഖുർആൻ്റെ ഒരു ആയത്ത്, നമ്മൾ ഇപ്പോൾ എന്താണ് ആയത്ത് ദൈനോ അതല്ലെങ്കിൽ ഈ സക്കാത്തിനത് പറയുന്ന ആയത്തോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരൊറ്റ സോഴ്സ്, അല്ലെങ്കിൽ ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ മാത്രമായിട്ട് സോഴ്സ് കൊടുത്താൽ അതിന് ബേസിസ് മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടന്റ് തരുള്ളൂ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിലാണ് അത് കിട്ടുകയും ചെയ്യാം. അപ്പോൾ അതിനെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്റ്റുഡിയോ എന്നുള്ളിടത്ത് പോയാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് തന്നെ പഠിക്കാൻ വേണ്ടി ഒരു കാര്യത്തെ പുതിയത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. അതുപോലെ തന്നെ നേരത്തെ ഒരു ഓഡിയോ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെ ഒരു ഒറ്റ ഉദാഹരണം കൂടി അതിൻ്റെ കൂട്ടത്തിൽ കേൾപ്പിച്ച് തരാം. നൗഷാദ് കാക്കവലിൻ്റെ ഖുർആനിലൂടെ ജീവിതം മധുരമുള്ളതാക്കാമെന്ന് പറയുന്നൊരു പ്രഭാഷണമുണ്ട്, 54 മിനിറ്റുള്ള. അപ്പോൾ അത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഓഡിയോ നമുക്ക് കിട്ടുന്നത് 14 മിനിറ്റുള്ള ഒരു ചുരുക്കിയ ഒരു ഓഡിയോ ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നതിലാണ് കാര്യം. ഈ പ്രഭാഷണത്തിന്റെ ഒരു കാതൽ തന്നെ നമ്മുടെ സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലേ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾക്കിടയിൽ എങ്ങനെ സന്തോഷം കണ്ടെത്തും?
നിങ്ങൾ അയച്ചു തന്ന നൗഷാദ് മദനി കക്കവയലിൻ്റെ ഒരു പ്രഭാഷണം കൃത്യമായി ഈ ചോദ്യത്തിനാണ് ഉത്തരം തേടുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. അതെ, ആ ഒരു വ്യത്യാസം അത് വളരെ പ്രധാനമാണ്. കാരണം ഇത് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെ സൗണ്ട് മോഡുലേഷന്, അവിടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം ആ രൂപത്തിലുള്ള സംസാരങ്ങൾ മാറുന്നത്. ഇത് ഒരു മണിക്കൂറിൻ്റെ ഒരു പ്രഭാഷണത്തെ ഒരു 14 മിനിറ്റുള്ളൊരു ഓഡിയോ ആയിട്ട് നമുക്ക് കിട്ടുമ്പം പല രൂപത്തിലുള്ള പഠിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും അപ്പോൾ കേട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് മലയാളം മാത്രമല്ല, നമുക്കൊരു അറബിക് ഒരാൾ പറഞ്ഞു ഇതിൽ വളരെ മനോഹരമായ പ്രസംഗമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിലിട്ടു. നമുക്ക് അറബിയൊന്നും അറിയൊന്നുമില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രഭാഷണം നമ്മുടെ ഇതിൽ കിട്ടും. അപ്പോൾ നമ്മുടെ മംദാനി ഇവിടെ ഒരു പ്രഭാഷണം, ഇത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രസംഗിച്ചൊരു പ്രസംഗം വളരെ മനോഹരമാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. നമുക്കെന്ത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമുക്ക് അറബി നമുക്ക് അറിയുന്നില്ല. നമുക്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് അത് മാറ്റിത്തരാൻ പറഞ്ഞാൽ അതിന് ബ്രീഫ് മുഴുവൻ വേണ്ട, ഇനി ഫുള്ളായിട്ട് അതിന് ടെക്സ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ ലഭിക്കും. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉത്തരങ്ങൾ ഉണ്ടാക്കാം, അത് ക്വിസുകൾ ഉണ്ടാക്കാം, മൈൻഡ് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഠിച്ച ഒരു മണിക്കൂർ നേരത്തെ പ്രഭാഷണത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നും ഒരു എന്താ പറയുക ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതിൽ ടേബിൾ ഒക്കെ ആയിട്ട് നമുക്ക് മൈൻഡ് മാപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ഓപ്ഷന് ഉള്ളതാണ്. അത് എന്താണ് ഔട്ട്സോഴ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആധികാരികമായിട്ട് നമുക്ക് ഓരോന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. നമ്മുടെ സ്ക്രീൻ അതിനിടയ്ക്ക് പണിമുടക്കിയതുകൊണ്ട് നമുക്ക് അതിലിനി കൂടുതൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ അവതരിപ്പിച്ച അതിലുള്ള മുഴുവൻ ടൂളുകളുടെയും PDF ആണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ ഷെയർ ചെയ്യും, അത് എല്ലാവർക്കും തരും. അതിന് ലിങ്ക് അടക്കം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും, ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഏതായിരുന്നാലും ഇത്ര നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സമയം സ്വാലിഹായ കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.